നമസ്കാരം. അവൻ മുഹമ്മദ് കോയ മരിക്കരുതായിരുന്നു. അവൻ്റെ രണ്ട് കാലും കൈയും വെട്ടിയെടുക്കാനായിരുന്നു എൻ്റെ ആഗ്രഹം. പിന്നീട് ഒരിക്കലും അവൻ ഈ പണി ചെയ്യരുത്. വേദനിച്ച് നരകിച്ച് പുഴുവരിച്ച് അവൻ ചാകണമായിരുന്നു. 9 വർഷം മുമ്പ് ഒരു അഭിമുഖത്തിൽ ശങ്കരനാരായണൻ പറഞ്ഞു. മകളെ പീഡിപ്പിച്ച് കൊന്നയാളെ വെടിവെച്ച് കൊന്ന കേസിൽ ജയിലിൽ കഴിഞ്ഞ ശങ്കരനാരായണൻ 75-ാം വയസ്സിൽ അന്തരിച്ചപ്പോൾ ഓർമ്മകളിൽ മുഴങ്ങുന്നതും ഈ വാക്കുകളാണ്. തെളിവുകളുടെ അഭാവത്തിൽ ശങ്കരനാരായണനെ കോടതി വെറുതെ വിടുകയായിരുന്നു. മലപ്പുറം മഞ്ചേരി ചാരങ്കാവ് ചേണൂട്ടുകുന്നിൽ പൂവഞ്ചേരി തെക്കേ വീട്ടിൽ ശങ്കരനാരായണനാണ് തിങ്കളാഴ്ച രാത്രി വിടവാങ്ങിയത്. വാർദ്ധക്യ സഹജമായ അസുഖങ്ങളാലായിരുന്നു അന്ത്യം. 2001 ഫെബ്രുവരി 9 സ്കൂൾ വിട്ടുവരുന്ന വഴിയാണ് ശങ്കരനാരായണന്റെ മകൾ കൃഷ്ണപ്രിയയെ അയൽവാസിയായ ഏളങ്കൂർ ചാരങ്കാവ് കുന്നുമേൽ മുഹമ്മദ് കോയ ബലാത്സംഗത്തിന് ഇരയാക്കി കൊലപ്പെടുത്തിയത്. കേസിൽ മുഹമ്മദ് കോയ അറസ്റ്റിലായി. ജാമ്യത്തിലിറങ്ങിയ മുഹമ്മദ് കോയ 2002 ജൂലൈ 27 കൊല്ലപ്പെട്ടു. മകളെ ഇല്ലാതാക്കിയവനെ കൊലപ്പെടുത്തിയ ശേഷം ചങ്കുറപ്പോടെ പോലീസിന് മുന്നിലെത്തി കുറ്റം ഏറ്റുപറഞ്ഞ് ആ അച്ഛൻ അറസ്റ്റ് വരികയായിരുന്നു. വെടിവെച്ചത് ശങ്കരനാരായണൻ ആണെന്നായിരുന്നു പോലീസിന്റെ കണ്ടെത്തൽ. കേസിൽ മഞ്ചേരി സെഷൻസ് കോടതി ശങ്കരനാരായണനെ ജീവപര്യന്ത തടവിന് ശിക്ഷിച്ചെങ്കിലും ഹൈക്കോടതി പിന്നീട് തെളിവുകളുടെ അഭാവത്തിൽ വെറുതെ വിടുകയായിരുന്നു. ശങ്കരനാരായണൻ സുഹൃത്തുക്കളായ അനിമോനും മാഞ്ചേരിയൻ ശങ്കരനാരായണനുമായി ചേർന്ന് ആസൂത്രിതമായി കോയെ കൊലപ്പെടുത്തിയെന്നായിരുന്നു പോലീസ് കേസ്. പോലീസിന്റെ വാദം ഇങ്ങനെയായിരുന്നു. അനിമോനും മാഞ്ചേരിയൻ ശങ്കരനാരായണനും മുഹമ്മദ് കോയയെ ചാരായം കുടിക്കാൻ വീട്ടിൽ നിന്ന് കൂട്ടിക്കൊണ്ടു പോകുന്നു. സ്ഥലത്തെ വിഷ്ണു ക്ഷേത്രത്തിനടുത്തുള്ള പാറയിലിരുത്തി ചാരായം കഴിപ്പിക്കുന്നു. മയങ്ങിയ മുഹമ്മദ് കോയയെ കൃഷ്ണപ്രിയയുടെ പിതാവും 1-ാം പ്രതിയുമായ ശങ്കരനാരായണൻ ഒറ്റക്കുഴൽ തോക്കുകൊണ്ട് നെഞ്ചിൽ വെടിവെച്ച് കൊല്ലുന്നു. പിന്നീട് പ്രതികൾ എല്ലാവരും കൂടി മൃതദേഹം കൊണ്ടുപോകാൻ ജീപ്പ് അന്വേഷിച്ചെങ്കിലും സംഭവം അറിഞ്ഞ ജീപ്പ് ഡ്രൈവറും ഓട്ടോ ഡ്രൈവറും വിസമ്മതിച്ചതിനാൽ കിണറ്റിൽ കുഴിച്ചുമൂടാൻ തീരുമാനിക്കുന്നു. ഉലക്കയിൽ മൃതദേഹം കെട്ടിവരിഞ്ഞ് 1-ാം പ്രതിയുടെ വീട്ടുവളപ്പിലെ പൊട്ടക്കിണറ്റിൽ കുഴിച്ചിടുന്നു. ചാണകവെള്ളം ഉപയോഗിച്ച് ചോരപ്പാടുകൾ മായ്ക്കുന്നു. ഇതായിരുന്നു പോലീസ് ഭാഷ്യം. മുഹമ്മദ് കോയയുടെ മൃതശരീരം വീണ്ടെടുക്കുന്നതിൽ പോലീസിന് വീഴ്ച പറ്റിയെന്നും ക്രിമിനൽ സ്വഭാവമുള്ള പ്രതിക്ക് മറ്റു ശത്രുക്കൾ ഉണ്ടാവുമെന്നും കാണിച്ചാണ് കോടതി ശങ്കരനാരായണനെ വിട്ടയച്ചത്. ജീവിച്ചിരുന്നെങ്കിൽ 37 വയസ്സുണ്ടായിരുന്നേനെ കൃഷ്ണപ്രിയയ്ക്ക്. ഒരിക്കൽ ഒരു അഭിമുഖത്തിൽ ശങ്കരനാരായണൻ പറഞ്ഞു, ദാ ആ കാണുന്നതാ മുഹമ്മദ് കോയയുടെ വീട്. തൊട്ടടുത്ത് കാണുന്ന വീട്ടിലേക്ക് കൈ ചൂണ്ടി ശങ്കരനാരായണൻ പറഞ്ഞു, അവൻ ഇവിടെ മിക്കവാറും വരാറുള്ളതാ. വെള്ളം കോരാൻ പക്ഷേ എൻ്റെ അമ്മ സമ്മതിക്കുമായിരുന്നില്ല. അപ്പോൾ മോളായിരുന്നു അയാൾക്ക് വെള്ളം കോരി കൊടുത്തിരുന്നത്. എന്നിട്ടും അയാൾ പറഞ്ഞു. മകളുടെ മരണവും ജയിൽവാസവും മോചനവും എല്ലാമായി ദീർഘനാൾ പ്രക്ഷുബ്ധമായിരുന്നു ശങ്കരനാരായണന്റെ ജീവിതം. നാട്ടുകാർ തന്നെ കുറ്റപ്പെടുത്തിയിട്ടില്ലെന്നും പിന്തുണ തന്നുവെന്നും ശങ്കരനാരായണൻ പറഞ്ഞിരുന്നു. നാട്ടുകാരും മാധ്യമപ്രവർത്തകരും സുഹൃത്തുക്കളുമൊക്കെ ഒരുപാട് പിന്തുണ തന്നു. ആരും കുറ്റപ്പെടുത്തിയില്ല. മുഹമ്മദ് കോയയുടെ വീടുമായി ഇപ്പോഴും ബന്ധമൊന്നുമില്ല. പക്ഷേ ബന്ധുക്കളുമൊക്കെയായി നല്ല സഹകരണമുണ്ടെന്നും അദ്ദേഹം വ്യക്തമാക്കിയിരുന്നു. മകളെ ഓർക്കുമ്പോൾ കണ്ണുനീരോടെ അല്ലാതെ ശങ്കരനാരായണനെ കണ്ടിട്ടില്ല അയൽവാസികൾ. മരിക്കുന്നതുവരെ അദ്ദേഹം കൃഷ്ണപ്രിയയെക്കുറിച്ച് എപ്പോഴും പറയുമായിരുന്നു. കൃഷ്ണപ്രിയ മരിച്ച ശേഷം അവൾ കിടന്നുറങ്ങിയ കിടക്കയിൽ പിന്നീട് ഒരിക്കലും ശങ്കരനാരായണൻ ഉറങ്ങിയിട്ടില്ല. കന്നുകാലികളെ വളർത്തിയാണ് ശങ്കരനാരായണൻ ജീവിച്ചിരുന്നത്. 2 ആൺമക്കൾക്ക് ശേഷം ശങ്കരനാരായണനും ഭാര്യ ശാന്തകുമാരിക്കും ജനിച്ച ഏക മകളായിരുന്നു കൃഷ്ണപ്രിയ. അച്ഛൻ്റെയും അമ്മയുടെയും പൊന്നോമന മകൾക്ക് 13 വയസ്സ് വരെ ജീവിക്കാനേ കഴിഞ്ഞിരുന്നുള്ളൂ. ജീവനെടുത്തത് അയൽവാസിയായ നരാധമനും. പ്രസാദ്, പ്രകാശ് എന്നിവരാണ് ശങ്കരനാരായണന്റെ മറ്റു മക്കൾ. മകളുടെ മരണശേഷം തീരാ സങ്കടത്തിലായിരുന്നു ശങ്കരനാരായണൻ. പക്ഷേ മനസ്സിൽ അടങ്ങാത്ത പകയായിരുന്നു. കണ്ണീരോടെ ഉറങ്ങാതെ രാവുകൾ തള്ളി നീക്കിയ ഒരച്ഛൻ ഹീറോ ആയി മാറിയ കഥ. ഈ സംഭവം പ്രമേയമാക്കി വൈരം എന്നൊരു സിനിമ MM നിഷാദിന്റെ സംവിധാനത്തിൽ പുറത്തിറങ്ങുകയും ചെയ്തു. കണ്ണൂർ സെൻട്രൽ ജയിലിൽ ശിക്ഷ കാത്തു കഴിഞ്ഞ കുറച്ച് നാളുകളിൽ ശങ്കരനാരായണനെ തേടി ഒരുപാട് കത്തുകൾ എത്തിയിരുന്നു. പ്രിയപ്പെട്ട അച്ഛ എന്ന് അഭിസംബോധന ചെയ്യുന്നതായിരുന്നു മിക്ക കത്തുകളും. പെൺകുട്ടികളെ പീഡനത്തിനിരയാക്കുന്ന പ്രതികളെ കോടതിയിൽ ഹാജരാക്കുന്നതിന് പകരം പൊതുജന മധ്യത്തിൽ തുറന്നുവിടണമെന്ന ശങ്കരനാരായണന്റെ പരാമർശം മകൾ നഷ്ടപ്പെട്ട അച്ഛൻ്റെ വൈകാരിക പ്രതികരണം മാത്രമായിരുന്നു. പീഡകരുടെ വിധി ജനം തീരുമാനിക്കണമെന്നും കൈകാലുകൾ വിച്ഛേദിക്കണമെന്നും ആ അച്ഛൻ പറഞ്ഞപ്പോൾ അത് മകളുള്ള ഒരച്ഛൻ്റെ ആദിയിൽ നിന്ന് പൊട്ടിപ്പുറപ്പെട്ട രോഷം മാത്രമായിരുന്നു. നിയമങ്ങൾ കൂടുതൽ കർക്കശമാക്കണമെന്നും പീഡകരിൽ നിന്നും പെൺമക്കളെ കാക്കാൻ അതല്ലാതെ മാർഗമില്ലെന്നും അദ്ദേഹം കരുതി. ഒരാശ്വാസവാക്കിനും തണുപ്പിക്കാത്ത തീയോടെ തന്നെയായിരുന്നു ശങ്കരനാരായണന്റെ വിടവാങ്ങൽ.